ഹലോ ഗായ്സ്, എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? നമ്മളിന്നൊരു ഗ്ലോബൽ വില്ലേജ് വ്ളോഗാണ് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസമായി പ്ലാൻ ചെയ്യണോ ഗ്ലോബൽ വില്ലേജിൽ പോകണമെന്ന്. അപ്പോൾ നമ്മൾ ഫൈനലി അവിടെ എത്തിയിട്ടാ. നൈറ്റാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. പിന്നെ ഏട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോയി. ഞാനും മോനും കൂടി കുറച്ച് വീഡിയോ എടുത്തിട്ട് ഒന്ന് സെറ്റായി. ഇവനെ കുറച്ച് നേരം പിടിച്ചിരുത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏട്ടൻ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് കൗണ്ടറിലൊന്നും അത്ര തിരക്കൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നോമ്പിൻ്റെ ടൈമായ കാരണം തിരക്ക് കുറവാണ് ഗ്ലോബൽ വില്ലേജിൽ. അല്ലച്ച ഭയങ്കര തിരക്കാണ് ഉണ്ടാവാറ്. പിന്നെ ഓഫറുണ്ട് കേട്ടോ ടിക്കറ്റിന്. ഇപ്പോൾ 4 ആൾ പോയെന്ന് വെച്ചാൽ 30 ദിർഹംസ് അങ്ങനെ മതി കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടോ. ഉള്ളിലത്തെ കാഴ്ചതാട്ടാ, സൂപ്പർ വ്യൂ ആട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ. നമ്മൾക്ക് ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ ലൈറ്റ് തന്നെ കാണുമ്പോൾ ഒരു കൗതുകമാവും കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്ത് മോനൊരു ടോയ് ആയിട്ട് ഇതാ പോണു കളിക്കാൻ. അങ്ങനെ ആദ്യം ഞാൻ വിചാരിച്ചു ഇവന് പേടിയാവും കേട്ടോ. പിന്നെ അവന് പേടിയൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് പോയിട്ട് അതിനൊക്കെ ഷെഗിലൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ ഉള്ളിൽ കൂടെ നടക്കാൻ തുടങ്ങി. നമ്മൾ വീഡിയോസൊക്കെ എടുക്കാൻ പൊളിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ഒന്നും നടന്നില്ല കേട്ടോ. ഏട്ടൻ വേറെ വഴി കൂടെ പോയി മോൻ്റെ ഒപ്പം, ഞാൻ ഒരു സൈഡിൽ കൂടെ പോയി. അങ്ങനെ ആയിരുന്നു കേട്ടോ. മോനെ ഓടിയിട്ട് അവനെ പിടിക്കാൻ കിട്ടാണ്ട് നമുക്ക് ഒന്നും വീഡിയോസൊന്നും കറക്റ്റായിട്ട് എടുക്കാനൊന്നിനും പറ്റിയില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറൊരു കാഴ്ച തന്നെ കേട്ടോ. വേറൊരു ലോകമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. നടന്നിട്ട് കാഴ്ചകൾ കാണാൻ കുറേ ഉണ്ട് കേട്ടോ ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിൽ. ലൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും ഭംഗി കേട്ടോ. പിന്നെ കുറേ പവലിയൻ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അങ്ങനെ ആകെ 4 പവലിയനിൽ നമ്മൾ കയറി ഇറങ്ങിയത് കേട്ടോ. പക്ഷെ ഒന്നും കാണാനൊന്നും പറ്റിയില്ല. അങ്ങനെ മോന് ഒന്നും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കില്ല, അവന് ഓടണം. അങ്ങനെയായിരുന്നു. പിന്നെ കൊച്ചുങ്ങൾക്ക് കളിക്കാൻ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അവിടെ. സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കുറച്ച് നടന്ന് ഭയങ്കര ക്ഷീണമായിട്ടോ കുറച്ച് നടക്കുമ്പോഴേക്കും. പിന്നെ ഇത് ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് എന്ന് പറയുകയെന്ന് വെച്ചാൽ മക്കൾസായിട്ടൊന്നും വരാൻ പറ്റില്ല കേട്ടോ. മക്കളായിട്ടൊന്നും അതിൻ്റെ ഉള്ളിൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞാൽ പറ്റില്ല. പിന്നെ അവർ ഒതുങ്ങിയിരിക്കണ മക്കളവിടെ. എൻ്റെ മോനെ പോലെയുള്ള ആളായിട്ടൊന്നും ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് വെച്ചാൽ അത് വേറൊരു ലോകമാണല്ലോ. പക്ഷെ നടന്ന് കാണാൻ കപ്പിൾസൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് വെച്ചാൽ പൊളിയാവും കേട്ടോ. പിന്നെ സിംഗിൾസായിട്ടും പോയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അവർക്കൊക്കെ നടക്കാൻ ഇഷ്ടമുള്ളവരാവുമല്ലോ. പിന്നെ മക്കൾസിന് ഇതൊന്നും അധികം അറിയില്ലല്ലോ. അത് കാരണം അവർക്കിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ അത് വേണം ഇത് വേണം അങ്ങനെ തന്നെ. പിന്നെ വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വാട്ടർ ഡാൻസ് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. മോന് വെള്ളത്തിലിറങ്ങണം പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു സൈഡ് കഴിഞ്ഞു, ഒരു സെക്ഷൻ ആയി കേട്ടോ. ഇവിടെ എത്തിയപ്പോഴേക്കും മോന് ചെരുപ്പൊക്കെ കഴിക്കാൻ പറഞ്ഞു. ചെരുപ്പൊക്കെ കഴിച്ച് അവൻ പിന്നെ ചെരുപ്പിടാണ്ട് ഓടണം എന്നൊക്കെ പറഞ്ഞ് വാശിയായി. പിന്നെ വീണ്ടും നമ്മൾ നടന്ന് ഓരോ പവലിയെല്ലാം കയറി. മോൻ എന്തൊക്കെ അവിടെ കുസൃതി ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. അവനിങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ബേബി എന്ന് പറയാൻ പോയിട്ട്. അങ്ങനെ നമ്മളൊരു മ്യൂസിയം ഉണ്ടായിരുന്നു കേട്ടോ. മ്യൂസിയത്തിൽ കയറിയിട്ടാണ്. മ്യൂസിയത്തിൻ്റെ ഉള്ള ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഉള്ളത് തന്നെ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നാൽ കുറച്ച് 4 സാധനങ്ങളുണ്ട്. അപ്പോഴേക്കും ഞാൻ ഒന്ന് വീഡിയോ എടുക്കുമ്പോഴേക്കും എൻ്റെ അടി കൂടെ വന്നിട്ട് എന്തൊക്കെയോ പിടിച്ച് പറക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് അവൻ്റെ എടുത്തിട്ട് ഇറങ്ങിയിട്ടാ. പിന്നെ ഭയങ്കര രസമുള്ള പിക്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അങ്ങനെ കുറേ നടന്നതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് രസമാണെന്നറിയോ. കുറച്ച് നേരം അവിടെ നിന്നിട്ട് നോക്കിക്കൊണ്ട് നിൽക്കാൻ തോന്നും. നല്ല രസമാണ് കേട്ടോ. ലേറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കേട്ടോ. ഈ വാട്ടർ ഡാൻസിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ഓടണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ എന്തിനാ വെറുതെ റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ആലോചിച്ചപ്പോൾ ഞാൻ ഓടിൻ്റെ എൻ്റെ ഒപ്പം ഒരാളും കൂടി ഓടാൻ വരും, എൻ്റെ മോൻ. പിന്നെ അവിടെ നിന്ന് പോറിലുണ്ടാവില്ല കേട്ടോ. പിന്നെ അങ്ങനെ വരെ എന്താട്ടെ ട്രഡീഷണലായിട്ട് ഇവർ തന്നെ എന്തൊക്കെയോ പരിപാടികളുണ്ട് കേട്ടോ. അത് കുറച്ച് നേരം ഒന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത്. ഈ വീഡിയോ എടുക്കുമ്പോഴൊന്നും ഏട്ടനും മോനും എൻ്റെ ഒപ്പം ഇല്ല കേട്ടോ. അവർ രണ്ടാളും കൂടെ വേറെ ഏതോ വഴിയിലാണ്.
ഞാൻ ഒറ്റയ്ക്ക് നടന്നിട്ട് ഇതൊക്കെ വീഡിയോ ഒന്ന് കവർ ചെയ്ത് വന്നു. ഇതൊരു എക്സ്പോ ആണ്, അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഞാൻ കയറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്ന് അപ്പോഴാണ് ഏട്ടൻ്റെ കോള് വരുന്നത്, ഇവിടെ ഇന്ത്യയുടെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ ഇന്ത്യയിലേക്ക് നമ്മൾ എത്തിയിട്ടാ ലാസ്റ്റ് എൻ്റെ ഇന്ത്യ എന്നാ തോന്നണേ. നമുക്ക് എൻ്റെ ഇന്ത്യ ആയിരുന്നു. ഇന്ത്യ കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും പുറത്തിറങ്ങുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ഇന്ത്യയിലേക്കൊന്നും ഉള്ളിൽ കയറിയിട്ടാവും. ഇന്ത്യയിൽ വന്നിട്ടൊന്നും ഉള്ളിൽ കയറാണ്ട് പോയ മോശമല്ലേ. ഇന്ത്യയുടെ ഉള്ളിൽ കയറി അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്ത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. ഫുഡ് കോർട്ടൊക്കെ ഭയങ്കര പ്രൈസ് കൂടുതലാണ് എല്ലാ ഫുഡിനും. പിന്നെ നമ്മൾ അങ്ങനെയൊന്നും വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. നമ്മൾ പോയി നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലായിടും കാണാൻ. പുറത്തു കൂടെ തന്നെ നടക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഉള്ളിൽ ഓരോ പവലിയൻ്റെ ഉള്ളിലും ഭയങ്കര ഭംഗി തന്നെയാണ്. പിന്നെ തന്നെ നമ്മൾ എക്സിറ്റ് ആവാൻ പോവാണ് കേട്ടോ. അപ്പോൾ ബായ് എല്ലാവർക്കും.